ഹായ് എവ്രി വൺ, വെൽക്കം ടു പാറൂസ് വേൾഡ്. സോ ഞാൻ തന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള സേമിയ പായസമാണ്. അതിന് വേണ്ടിയിട്ട് നെയ്യ് എടുക്കുന്നുണ്ട്. ഇത് മിൽമയുടെ നെയ്യൊന്നുമല്ല, ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കിയത് ആ ഒരു ബോക്സിനകത്ത് വെച്ചതേ ഉള്ളൂ കേട്ടോ. സോ ജസ്റ്റ് നമ്മൾ കാഷ്യൂനട്ടൊന്ന് വറുത്തെടുക്കാം. മുന്തിരിപ്പഴം ഇല്ലായിരുന്നു, സോ കാഷ്യൂനട്ട് മാത്രമേ ഇട്ടുള്ളൂ. ഓക്കെ, സോ ഇതൊന്ന് വറുത്ത് കോരി എടുക്കാം. ഈ നെയ്യ് തന്നെ നമുക്ക് നമ്മുടെ സേമിയയും കൂടെ ചേർക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒരു ഗോൾഡൻ ഫ്രൈ ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് സേമിയ നല്ലവണ്ണം പൊടിച്ച ശേഷം ഈ സേമിയയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ വറുത്തെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒരു ഗോൾഡൻ കളറൊക്കെ വന്നതിന് ശേഷം നമുക്കിതിനകത്ത് എന്താ ചേർക്കേണ്ടത്? വെള്ളം ചേർക്കണം. മാക്സിമം ഇതിനകത്ത് ചേർക്കേണ്ട വെള്ളം ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത്. പച്ചവെള്ളം ചേർക്കാൻ പാടില്ല, ചൂടുവെള്ളം ചേർക്കണം. എങ്കിലേ ആ ഒരു ടെമ്പറേച്ചർ ശരിയാവത്തുള്ളൂ. സോ ചൂടുവെള്ളം ചേർത്തൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഇത് വേവിച്ച ശേഷമാണ് ഈ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സൊക്കെ. ഓക്കെ, ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്ക്, നമുക്കൊന്ന് വേവിച്ചെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമുക്കടുത്ത പാല് ചേർക്കണം. ഞാനിവിടെ ഒരു 3 കപ്പോളം പാലാണ് ചേർത്തത്. ഒരു 200 ml കപ്പാണ് കേട്ടോ. സോ അതൊരു 200 ml 2 പാക്കറ്റ് സേമിയാണ് ചെയ്തത്. സോ 2 പാക്കറ്റ് സേമിയയ്ക്ക് ഒരു 3 ഗ്ലാസ് 3.5 കപ്പ് വരെ നമുക്ക് പാല് ചേർക്കാനായിട്ട് പറ്റുമേ. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് നമ്മളെ ഇമ്പോർട്ടൻ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ്. എന്താണ്? നമുക്ക് പഞ്ചസാര ചേർക്കണം അല്ലേ? മധുരം വേണം പായസത്തിന്. സോ മധുരം ചേർക്കുക. സോ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര അതും നമ്മുടെ മധുരം അനുസരിച്ച്, ചിലവർക്ക് കുറച്ച് മധുരം മതിയാവും, അവർക്കാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. ഇല്ലാത്തവർക്ക് ഒരു 4 തൊട്ട് 5 അല്ലെങ്കിൽ 6 ടേബിൾ സ്പൂൺ വരെ നമുക്ക് മധുരം ചേർക്കേണ്ടി വരും. ഞാനിവിടെ ഏതാണ്ട് ഒരു 5 സ്പൂണോളം ചേർത്തതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. സോ ഇത്രയും ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്ത ശേഷം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് സേമിയ പായസം ഉണ്ടാക്കി കൊടുക്കാം. കുഞ്ഞു പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുഞ്ഞു പിള്ളേർക്ക് കൊടുക്കും പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾ ശർക്കരയൊക്കെ ചേർക്കണമായിരിക്കും ബെറ്റർ. പഞ്ചസാര ഇപ്പം കഴിക്കാൻ നല്ലതല്ലല്ലോ, അത് കാരണേ. പിന്നെ നമുക്ക് സേവ് ചെയ്യാം. ഈ അണ്ടിപ്പരിപ്പും പിന്നെ ഞാൻ ഇതും കൂടെ ഇട്ടിരുന്നത് ഏലക്കയും കൂടെ. ഇത്രയേ ഉള്ളൂ കേട്ടോ. സോ അടിപൊളിയായിട്ടുള്ള സേമിയ പായസം കൂടെ റെഡിയായി. നമുക്കൊരു ഹാഫ് ആൻ അവറിൽ തന്നെ നമുക്ക് സേമിയ പായസം ഉണ്ടാക്കിയെടുക്കാം. സോ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ റെസിപ്പി. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്. ബൈ. പ്ലീസ് സപ്പോർട്ട് മീ.